MT രചിച്ച രണ്ടാം ഊഴം മലയാളികളെ സംബന്ധിച്ച് വളരെയധികം വൈകാരിക ബന്ധമുള്ള നോവലാണ്. രണ്ടാം ഊഴം സിനിമയാക്കും എന്ന് MT തന്നെ മുൻപ് പറഞ്ഞതുമാണ്. MT ജീവിച്ചിരിക്കുമ്പോൾ തന്നെ രണ്ടാം ഊഴം സിനിമയാക്കാനുള്ള പ്രാരംഭ നടപടികളൊക്കെ ആരംഭിച്ചിരുന്നു. ഒരു ഘട്ടത്തിൽ പ്രിയദർശൻ ഈ ഒരു നോവൽ സിനിമയാക്കുമെന്നുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു. പിന്നീട് ഒടിയനൊക്കെ സംവിധാനം ചെയ്ത ശ്രീകുമാർ മേനോൻ MTയുടെ കയ്യിൽ നിന്ന് രണ്ടാം ഊഴത്തിന്റെ റൈറ്റ്സ് ഒക്കെ വാങ്ങിയിരുന്നു. പിന്നീട് ശ്രീകുമാർ മേനോനിൽ നിന്ന് രണ്ടാം ഊഴത്തിന്റെ റൈറ്റ്സ് തിരിച്ചു വാങ്ങുകയും ചെയ്തിരുന്നു. ഇപ്പോൾ രണ്ടാം ഊഴം സിനിമയാക്കാനുള്ള സജീവമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. MTയുടെ മകൾ രണ്ടാം ഊഴം സിനിമയാകുന്നതിനെ കുറിച്ച് 2 മാസങ്ങൾക്ക് മുൻപ് കൃത്യമായി സംസാരിച്ചിരുന്നു. അന്ന് അവർ പറഞ്ഞത് 2-3 മാസങ്ങൾക്കുള്ളിൽ ഔദ്യോഗികമായി തന്നെ രണ്ടാം ഊഴം എന്ന സിനിമയുടെ പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ്. ആരാണ് ഭീമനായി എത്തുക എന്നും ആരാണ് സംവിധാനം ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ വളരെ സ്ട്രോങ് ആയി റൂമറുകൾ വരുന്നത് ഋഷഭ് ഷെട്ടിയാണ് രണ്ടാം ഊഴം സംവിധാനം ചെയ്യുന്നതെന്നും അദ്ദേഹം തന്നെയാണ് ചിത്രത്തിൽ ഭീമനായി എത്തുന്നതുമെന്നുമാണ്. കാന്താരയിലൂടെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട സംവിധായകനായും നടനായും മാറിയ ആളാണ് ഋഷഭ് ഷെട്ടി. കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ കഴിയുന്ന നടനാണ്, അല്ലെങ്കിൽ അതിനോളം ആത്മസമർപ്പണമുള്ള നടനാണ് ഋഷഭ് ഷെട്ടി. ഋഷഭ് ഷെട്ടി രണ്ടാം ഊഴത്തിലെ ഭീമനായി എത്തുമ്പോൾ തീർച്ചയായും അതൊരു ക്ലാസിക്കായി മാറാനുള്ള സാധ്യതയാണ്. സംവിധായകനായി ഋഷഭ് ഷെട്ടി എത്തുന്നു എന്നുള്ളതും വലിയ പ്രതീക്ഷയാണ്. കാരണം കാന്താരയിലൂടെ അദ്ദേഹത്തിന്റെ സംവിധാന മികവ് നമ്മളെല്ലാവരും കണ്ടതുമാണ്. മലയാളികളുടെ അഭിമാനമായ രണ്ടാം ഊഴം മലയാളത്തിലാണോ ഒരുങ്ങുക എന്നുള്ളത് മാത്രമാണ് സംശയമാവുന്ന കാര്യം. ഋഷഭ് ഷെട്ടി ഇതിന്റെ നായക സ്ഥാനത്തേക്കും സംവിധായക സ്ഥാനത്തേക്കും വരുമ്പോൾ ഇതൊരു പാൻ ഇന്ത്യൻ ചിത്രമായി തന്നെയാവും വരിക. കന്നഡയിലാവുമോ ഇതിന്റെ ഒറിജിനൽ വേർഷൻ എന്നുള്ളത് മാത്രമാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം. ഋഷഭ് ഷെട്ടി നായകനായി അദ്ദേഹം സംവിധാനം ചെയ്യുന്ന രണ്ടാം ഊഴത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വളരെ വൈകാതെ തന്നെ ഉണ്ടാവുമെന്നാണ് കരുതപ്പെടുന്നത്.